പ്രാർത്ഥന അസോസിയേഷൻ പ്രസിഡന്റ് പോൾ ടി കുര്യൻ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മൊത്തത്തിൽ എത്രയാണെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ആമേൻ. നെറ്റിയിൽ ഉയർത്തുകൊണ്ട് അനുദിന ഭക്ഷണം സമ്പാദിക്കുവാൻ ആദ്യ പിതാവായ ആദ്യം വഴി ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അധ്വാനങ്ങളെയും പ്രയത്നങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. ജീവിതയാത്രയിലെ ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അങ്ങയുടെ തിരുമനസ്സ് ദർശിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങയുടെയും അങ്ങേ പ്രിയപുത്രന്റെയും മഹത്വത്തിനായി സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും നിഷ്ഫലമാകുന്നു. കർത്താവ് കൂടെയില്ല എങ്കിൽ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നതും നിഷ്ഫലമാകുന്നു. തന്റെ പ്രിയപ്പെട്ട ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിലുള്ള വായന അധ്യായം 3 വാക്യങ്ങൾ 6 മുതൽ 10 വരെ. സഹോദരരെ, അലസ്വതയിലും ഞങ്ങളിൽ നിന്നും സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിൽ ജീവിക്കുന്ന ഏതൊരു സഹോദരനും നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല. ആരിൽ നിന്ന് ഞങ്ങൾ അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല. ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപകൾ കഷ്ടപ്പെട്ട കഠിനാധ്വാനം ചെയ്തു. ഞങ്ങൾക്ക് അവകാശമില്ലാഞ്ഞിട്ടല്ല, അനുകരണാർഹമായ ഒരു മാതൃക നിങ്ങൾക്ക് നൽകാനാണ് ഇങ്ങനെ ചെയ്തത്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൽപ്പന നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. ഞങ്ങളോടുള്ള സ്നേഹത്താൽ മനുഷ്യനായി അവതരിക്കുകയും പീഡാസകലവും കുരിശുമരണവും ഉദ്ധാനവും വഴി ഞങ്ങൾ വീണ്ടെടുത്ത് ദൈവമക്കളാക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ നന്മയ്ക്കുമായി ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഈ തിരുഹൃദയത്തിൻ്റെ രൂപം ആശീർവദിക്കണമേ. ലോകാവസാനത്തോളം ഞങ്ങളോട് കൂടിയുള്ള അങ്ങയുടെ സജീവ സാന്നിധ്യത്തിൻ്റെയും രക്ഷാകര പ്രവൃത്തിയുടെ അനുഗ്രഹിക്കുന്ന സ്മരണ ഈ രൂപം ഞങ്ങളിൽ ഉളവാക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമെന്ന് അരുളിച്ചെയ്ത മിശിഹായെ, അങ്ങയുടെ പക്കൽ നിരന്തരം അണയുവാൻ ഈ രൂപം ഞങ്ങൾക്ക് പ്രേരണയാകട്ടെ. ഇത് സ്ഥാപിക്കപ്പെടുന്ന സ്ഥാപനത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകുമാറാകട്ടെ. ഈ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് കൂടുന്നവരുടെ യാചനകൾ സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കുകയും നന്മയിൽ നിലനിർത്തുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
കർത്താവായ ദൈവമേ, മനുഷ്യ സേവനത്തിനായി ആരംഭിച്ചിരിക്കുന്ന ഈ കട ദയാപൂർവം അങ്ങ് ആശീർവദിക്കണമേ. അങ്ങയുടെ വരദാനങ്ങൾ നൽകി ഈ കടയുടെ ഉടമസ്ഥരെയും ഇതിൽ ജോലി ചെയ്യുന്നവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. സത്യവും നീതിയും ഈ സ്ഥാപനത്തിൽ നിലനിൽക്കുവാൻ ഇടയാകട്ടെ. അഴിമതിയും വഞ്ചനയും ഇവിടെ പ്രവേശിക്കാതിരിക്കട്ടെ. നിസ്വാർത്ഥമായ സേവനത്തിലൂടെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് ഈ സ്ഥാപനം പാത്രീഭൂതമാവുകയും ശ്രേഷ്ഠതമായ മനുഷ്യബന്ധത്തിന് നിദാനമാവുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ മുദ്രിതമാക്കപ്പെടുന്ന ഈ സ്ഥാപനം എന്നേക്കും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അങ്ങോട്ട് നിന്ന് ഇച്ചിരി കൂടെ ആണോ? അപ്പുറത്തേക്ക് ഇല്ല ഉണ്ടല്ലോ. ഏറ്റവും ബഹുമാനപ്പെട്ട വികാരിച്ച, ഏറ്റവും ബഹുമാനപ്പെട്ട വൈദികര്, മർച്ചന്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡിലെ മെമ്പർമാരെ, പ്രിയപ്പെട്ട മെമ്പർമാരെ, ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, അതിന് തന്നെ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഇവിടെ ജോൺസൺ ചേട്ടൻ, അതേപോലെ ഷെറിൻ, ജയ്ജോ, 3 പേര് കൂടിയിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത്. ഇവർ 3 പേരും ഒത്തുചേർന്ന് ജോൺസൺ ചേട്ടൻ നമുക്ക് കുറേയേറെ വർഷങ്ങളായി അറിയാവുന്ന ആളാണ്. ആദ്യമായി ഈ രംഗത്തേക്ക് വരുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഭംഗിയായി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും ഭംഗിയായി തന്നെ നല്ല രീതിയിൽ സേവനം കൊടുക്കാനായിട്ട് ഈ 3 പേർക്കും ഇതിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്കും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു സ്ഥാപനം വരിക എന്ന് പറയുമ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു വികസനം തന്നെയാണ് ഒരു സ്ഥാപനം വരുമ്പോൾ ഉണ്ടാകുന്നത്. അതിലൂടെ കുറച്ച് പേർക്ക് ജോലി കിട്ടും. അതോടൊപ്പം തന്നെ 3 പേരുടെ വരുമാനം, അവരെ ഏത് തരത്തിൽ ഒരു സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നു, ആ തരത്തിലേക്ക് വളർന്നു വരുമ്പോൾ അവരുടെ കുടുംബം മാത്രമല്ല നമ്മുടെ നാടുകൂടി വളരുകയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ ഒരു സ്ഥാപനം കൂടി വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ സ്ഥാപനത്തിൽ കൊടുക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നമുക്കറിയാം, ചുറ്റും നോക്കുമ്പോൾ തന്നെ അറിയാം കുറേ കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ സേവനം കൊടുക്കാൻ സ്ഥാപനത്തിന്
ആകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റ്, പ്രിയപ്പെട്ട വൈദികരെ, ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, മർച്ചന്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്, ഭാരവാഹികൾ, കുടുംബാംഗങ്ങൾ, ഇതിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള 3 പാർട്ട്നേഴ്സ്, നമ്മുടെ ഇടവകയുടെ കൈക്കാരൻ തോമസ് മലശ്ശേരി. ഒത്തിരിയേറെ സന്തോഷം. മൂക്കന്നൂര് പുതിയൊരു സ്ഥാപനം കൂടി നമുക്ക് വന്നിരിക്കുകയാണ്. ഓരോ സ്ഥാപനവും മൂക്കന്നൂരിൻ്റെ വളർച്ചയുടെ ഓരോ നാഴികക്കല്ലുകളാണ്. തീർച്ചയായിട്ടും ഈ സ്ഥാപനവും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പടിയായിട്ട്, വളർച്ചയുടെ ഒരു പടിയായിട്ട് ഞാൻ കാണുകയാണ്. ആരംഭത്തിൽ ഇതൊരു ചെറിയൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഷോറൂം പോലെ എല്ലാം ചേർന്ന് നിർവഹിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വൈദികരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഈ അവസരത്തിൽ ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇവിടെ ശുശ്രൂഷയുടെ സ്ഥാപനമാണ്, ഞാൻ പറഞ്ഞു. കരുണയും സ്നേഹവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുക്കുന്ന ഒരു സ്ഥാപനവുമായിട്ട് ഇത് മാറട്ടെ. ഉത്തരോത്തരം നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇതിൽ കൂടുതൽ ശാഖകൾ ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായി വളർന്നു വരുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ മെമ്പർമാർ, വ്യവസായികാല പ്രസിഡന്റ് അല്ലേ, മർച്ചന്റ് അസോസിയേഷൻ, അത് പുറംകാരുകളുണ്ട്, ചാനലുകാരുണ്ട് അല്ലേ, എല്ലാവരും നമസ്കാരം. അതായത് നമുക്ക് ഈ മൂക്കന്നൂരേക്ക് ജംഗ്ഷനിലെ ഈ കവലയിൽ ഒരു സ്ഥാപനം കൂടെ അല്ലേ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ ഇടയായതിൽ വലിയ സന്തോഷം. എല്ലാ വിജയങ്ങളും മുന്നിൽ തന്നെ ആശംസിക്കുകയാണ്. ശരിയാണെങ്കിൽ ഞങ്ങളുടെ ഞാൻ തുറവൂർ ചാപ്പലിൻ്റെ ചുമതലക്കാരൻ്റെ യേശനാണ്. അപ്പോൾ ഞങ്ങളുടെ ചാപ്പലിൻ്റെ നിർമ്മാണത്തിന് അങ്ങനെ ചെറിയ ചാപ്പലാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്രട്ടറിയാണ് ശരി. ആ കുടുംബം ദേവാലയവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുടുംബമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവരുടെയൊക്കെ ചെന്നാൽ മാടശ്ശേരിക്കാരും മാടശ്ശേരിക്കാരും മൂക്കിൻ്റെ കുറേ വീട്ടുകാരുള്ളവരാണ്. മംഗലികളും ചിലരക്കാരല്ല, അതുപോലെ ഒരു മൂക്ക് മംഗലിക്കാരും ഒക്കെ. അപ്പോൾ 3 കുടുംബങ്ങളും ചില്ലറ കുടുംബങ്ങളല്ല, അവരൊക്കെ ചേർന്ന് ഒരു സ്ഥാപനം ഈ മൂക്കന്നൂരിൻ്റെ ഹൃദയഭാഗത്ത് തുടങ്ങുന്നു എന്ന് അറിയുന്നത് തന്നെ, കാണുന്നത് തന്നെ വളരെ സന്തോഷകരമായ കാര്യമാണ്. എല്ലാ തലത്തിലും ഈ ഇവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സംരംഭം കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നേ തന്നെ പഠിക്കുന്നുണ്ട്. ഞാൻ ആലങ്കാരിയാണ്, എൻ്റെ അമ്മ വീട് ആലങ്കത്താണ്. അംഗവാടി സെന്റ് മേരീസ് പള്ളി വികാരിയാണ്, ആഴങ്കാരൻ കൂടിയാണ് അദ്ദേഹത്തെ. എല്ലാവർക്കും നമസ്കാരം. റിപ്പീറ്റ് ചെയ്യുന്നില്ല, സമയം വേണ്ടിയിട്ടാണ്. നമ്മളൊന്ന് ആശീർവദിക്കപ്പെട്ട ഈ സ്ഥാപനത്തിന് എല്ലാവിധമായ ആശംസകളായിട്ട് ചെയ്യുന്നു. ഈ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ സർജിക്കൽ ഐറ്റംസ് വിൽക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്ഥാപനം ഈ പ്രദേശത്തുള്ള പ്രത്യേകിച്ച് നമ്മുടെ ആശുപത്രി, അതുപോലെ തന്നെ നമ്മുടെ അച്ഛനൊക്കെ പ്രവർത്തിക്കുന്ന വൃദ്ധസദനം, നമ്മുടെ യുവാക്കളെ ആളുകൾക്കൊക്കെ അപകടങ്ങളോ അതുപോലെ തന്നെ വീഴ്ചകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ സമീപിക്കുക, ഈ സ്ഥാപനം പ്രയോജനപ്പെടുത്തുക. ഇവർ 3 പേർക്കും അത് മുഖാന്തരം വലിയ ഉന്നതി ലഭിക്കേണ്ട കൃത്യമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ജോലി ചെയ്യുന്നവർക്കും എല്ലാവരും ആശംസ നേരുന്നു. മൂക്കന്നൂരിൻ്റെ ഈ സ്ഥാപനം വളർന്ന് വലുതായി സമൂഹത്തിന് നൽകുന്ന വലിയ സന്ദേശമായി ഈ സ്ഥാപനം ചെയ്തിട്ട്, പ്രത്യേകിച്ച് പറഞ്ഞതുപോലെ ലാഭേക്ഷകരപരിയായി ഒരു സാമൂഹ്യ ബോധത്തോടുകൂടെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് എല്ലാവരുമായ ആശംസ നേരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാധാകൃഷ്ണൻ, ബഹുമാനപ്പെട്ട വൈദികരെ, ബ്രദേഴ്സ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ്, ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, ഈ സ്ഥാപനത്തിലെ ഉടമസ്ഥരെ, സ്നേഹമുള്ളവരെ, ആരോഗ്യരംഗത്ത് മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഇന്ന് ആരംഭിച്ചിട്ടുള്ള ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. മികച്ച ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, മികച്ച സേവനം കൂടെ നൽകിക്കൊണ്ട് മൂക്കന്നൂരിൽ ആരോഗ്യരംഗത്ത് മികച്ച സംഭാവന നൽകുന്ന ഒരു സ്ഥാപനമായിട്ട് ഈ സ്ഥാപനം വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. സുസ്ഥിരമായ വരുമാനവും ഉയർച്ചയും സർവോപരി വളരെയധികം ദൈവാനുഗ്രഹവും ഈ സ്ഥാപനത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.
സ്നേഹമുള്ള വൈദികരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇത് മെഡിക്കൽ രംഗത്തിൽ പുതിയ കാൽവെപ്പ് കൂടിയാണ്. നമുക്കറിയാം, അടുത്ത് തന്നെ ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റലിൽ എഴുതുമ്പോൾ പലതരത്തിലുള്ള മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിന് എഴുതുമ്പോൾ പലപ്പോഴും അങ്കമാലിക്കും ആലുവാലിക്ക് എറണാകുളത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ അത് മാറി നമ്മുടെ 3 പേര് കൂടിയാണ് ഈ ഹോൾസെയിലായിട്ട് നടത്തുന്നത്. റീറ്റെയിൽ കണ്ടുകൊണ്ട് ഞാൻ നോട്ടീസ് കണ്ടപ്പോൾ മനസ്സിലാക്കിയത് നമുക്ക് നമ്മുടെ മുറ്റത്ത് തന്നെ ഈ സംഗതി കിട്ടുമ്പോൾ ഒരു യാത്ര ഒഴിവാക്കാം. അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ ഈ സംയുക്തമായ ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ദൈവാനുഗ്രഹവും എല്ലാവിധ പുരോഗമനവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വീൽ ചെയർ ഇന്നലെ ബ്രദർ ഇവിടെ വന്നിരുന്നു. ബ്രദറും അതുപോലെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററും ടീച്ചേഴ്സും വന്നിരുന്നു. ഒരു സ്റ്റുഡൻറ്റിന് വീൽ ചെയർ ആവശ്യപ്പെട്ട് അങ്ങനെ ആ ഒരു കാര്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റിനെ ക്ഷണിക്കും. ഈ സ്ഥാപനത്തിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ച സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി അഗസ്റ്റിൻ മംഗലാച്ചൻ, തങ്കച്ചനച്ചൻ, വർഗീസ് മണ്ണാറച്ചൻ, ആശ്രമ സുപ്പീരിയർ, ജോർജ് കൊട്ടാരക്കുന്നേൽ CST, മറ്റു പ്രദേശ് ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജയരാധാകൃഷ്ണൻ, വാർഡ് മെമ്പർ മിസ്റ്റർ ഇജോ, മർച്ചൻ്റ് അസോസിയേഷൻ മെമ്പറും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ബിജു, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ, മർച്ചൻ്റ് അസോസിയേഷൻ ഭാരവാഹികളായ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജയരാധാകൃഷ്ണൻ, പിന്നെ വിശിഷ്ട വ്യക്തികളായ മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കോഴത്തിപ്പുരിയും, അച്ഛന്മാരായ നമ്മുടെ സെബാസ്റ്റ്യൻ മറിമുഖൻ, തങ്കച്ചൻ, എരിക്കച്ചൻ, വർഗീസൻ, ജോർജ് അച്ഛൻ, നമ്മുടെ ആശ്രമ സുപ്പീരിയർ ജോർജ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ, നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരെ, വാർഡ് മെമ്പർമാരെ, റോയൽ ക്ലബ്ബ് മെമ്പേഴ്സ്, ലയൺസ് ക്ലബ്ബ് മെമ്പേഴ്സ്, എല്ലാവർക്കും കൂടി കുടുംബാംഗങ്ങളെ എല്ലാവർക്കും കൂടി ഈ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞു. ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, SHHS സ്കൂൾ അധികാരികളും ഈ സ്ഥാപനത്തിന്റെ ഉടമകളും കൂടി ചാരിറ്റി ആയിട്ട് കൊടുക്കുന്ന ഒരു ഉപകരണമാണ്, ആ സ്കൂളിലെ കുട്ടിക്ക് ഉപകരണമാണ്. ആ ക്ലാസ്സിലെ കുട്ടികളാണ് ഇതിന്റെ പൈസ കളക്ട് ചെയ്തത്. അപ്പൊ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് പൈസ കളക്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനം അതിനകത്ത് ബന്ധപ്പെട്ട് പൈസകൾ മുടക്കി ലാഭേച്ഛയില്ലാതെ കൊടുക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയം ആശംസിക്കുന്നു. സർവീസാണല്ലേ സർവീസ്
രാമന് ആദ്യം കാണുള്ളൂ.